കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ ചെന്നപ്പോഴാണ് ഒരു ടീച്ചർ പറഞ്ഞത്, സാറേ കൊച്ചു കുട്ടികളൊക്കെ ഭയങ്കര മോശപ്പെട്ട വാക്കുകളാണ് ഉപയോഗിക്കുന്നത്, എത്ര ഭയങ്കര പേടിപ്പെടുത്തുന്ന ചീത്തകളൊക്കെയാണ് അവർ തമ്മിൽ വിളിക്കുന്നത്, ഒരു തിന്മ ചെയ്യാനും ഒരു മടി ഇപ്പോഴത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും ഇല്ല. തീർച്ചയായിട്ടും അന്നേരം ഞാൻ ആലോചിച്ചൊരു കാര്യമാണ് ഈ വാല്യൂസിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യണം. കാരണം നമുക്കിന്ന് കുഞ്ഞുങ്ങളിൽ വാല്യൂസ് എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ദുരന്തം ഇന്ന് സമൂഹത്തിൽ എല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കുഞ്ഞുങ്ങളിൽ വാല്യൂസ് എത്തിക്കാൻ നമ്മൾ മറന്നുപോയാൽ തീർച്ചയായിട്ടും അവരെ ഒരു ടീനേജിലേക്കോ അഡൽട്ട്ഹുഡിലേക്കോ ഒക്കെ വരുമ്പോൾ ഒരുപാട് തിന്മകൾ ഈ ലോകത്ത് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വളരെ മോശപ്പെട്ട ജീവിതത്തിലേക്ക് അവർ പോകാനുള്ള സാധ്യതകളുണ്ട്. വഴിതെറ്റാനും നശിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. തീർച്ചയായിട്ടും വാല്യൂസ് എത്തിക്കാൻ പറ്റുന്നത് കുഞ്ഞുങ്ങളിൽ ഒരു 10 വയസ്സിന് മുമ്പാണ്. അവിടെ ഒരു നല്ല വാല്യൂ ഫൗണ്ടേഷൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫ് കുറേ കൂടെ സേഫാകും, അവരുടെ ലൈഫ് കുറേ കൂടെ ബെറ്ററാകും, സക്സസ്ഫുള്ളാകും, ക്വാളിറ്റി ഉള്ളതാകും. എങ്ങനെയാണ് നമുക്ക് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. മുമ്പെങ്ങും പതിവില്ലാത്ത വിധം കുട്ടികളുടെ ഇടയിൽ ഒരുപാട് തിന്മയും ഒരുപാട് മോശപ്പെട്ട സ്വഭാവങ്ങളൊക്കെ കൂടുന്നു. പ്രായമുള്ളവരോട് പോലും വളരെ മോശമായ രീതിയിൽ ഇടപെടുന്നു, വളരെ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ അനുദിനം കൂടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എങ്ങനെയാണ് കുട്ടികളിലേക്ക് കൂടുതൽ നന്മയും കൂടുതൽ മൂല്യബോധമൊക്കെ കൊണ്ടുവരുന്നത്? ഇത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടുത്തെ അധ്യാപകർ ചോദിച്ചൊരു കാര്യം, വളരെ കൊച്ചുകുട്ടികൾ, പ്രത്യേകിച്ച് 1ലും 2ലും 3ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ മോശപ്പെട്ട വാക്കുകളാണ് പരസ്പരം ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ സാർ ഒന്ന് നമുക്ക് റിഫൈൻ ചെയ്ത് കൊണ്ടുവരാം? പല മാതാപിതാക്കളെ സംബന്ധിച്ച് ഇത് വലിയൊരു കൺസേൺ ആണ്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായൊരു കാര്യം, ഇത് സ്കൂൾ മാത്രം വിചാരിച്ചാലോ വീട് മാത്രം വിചാരിച്ചാലോ നടക്കുന്നൊരു കാര്യമല്ല. ഒരു സമൂഹം മൊത്തമായിട്ട് തന്നെ ഇതിൽ ഇടപെടേണ്ടതായിട്ടുണ്ട്. സമൂഹത്തിന് മൊത്തമായിട്ട് ഈ കാര്യത്തിൽ ഒരു സെൻസിറ്റൈസേഷൻ വരേണ്ടതായിട്ടുണ്ട്. എങ്കിലും വളരെ പ്രധാനമായ 2 സെൻറ്ററുകളാണ് വീടും സ്കൂളും. ഈ 2 സ്ഥലങ്ങളിലും ടീച്ചേഴ്സ് ആണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും അവരെ ഒബ്സർവ് ചെയ്യുകയും അവരെ ലിസൺ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന കുട്ടികൾ ഒരു നല്ല പരിധി വരെ പലതും പഠിക്കുന്നത് പ്രായമുള്ളവരിൽ നിന്ന് തന്നെയാണ്. അവരെ ഏറ്റവും അടുത്ത് കാണുന്ന പ്രായമുള്ളവരിൽ നിന്നാണ്. അവരെ ഏറ്റവും അടുത്ത് കാണുന്ന പ്രായമുള്ളവരെന്ന് പറയുന്നത് മറ്റാരുമില്ല, മാതാപിതാക്കളും അധ്യാപകരും തന്നെയാണ്. അതുപോലെ അവർ കാണുന്ന സിനിമകൾ, അതുപോലെ തന്നെ അവർ കാണുന്ന സീരിയലുകൾ, ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഒക്കെ അവർക്ക് കാണാൻ എക്സ്പോഷർ കിട്ടുന്ന കാര്യങ്ങൾ, ഇതിൽ നിന്നെല്ലാം അവർക്ക് ഇത്തരം അനുഭവങ്ങൾ, ഇത്തരം പഠനങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളൊന്ന് ഫിൽറ്റർ ചെയ്ത് വളരെ 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 കെയർഫുള്ളായിരിക്കേണ്ട ഒരാവശ്യമുണ്ട്. എങ്കിലേ കുട്ടികളിലേക്ക് നല്ല കാര്യങ്ങളെ കൂടുതൽ എത്തിക്കാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കാണുന്ന കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളുമാണ് കുട്ടികൾ കൂടുതലായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയും കുട്ടികൾ കൂടുതലായിട്ട് പറയാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ നമുക്കൊരു തിരുത്തൽ കൊണ്ടുവരാം? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഒന്നാമത് മനസ്സിലാക്കേണ്ട, ഒരു 10 വയസ്സിന് മുമ്പ് കുട്ടികളിൽ ഈ മൂല്യബോധം ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് സംസ്കാരവും മൂല്യവും ഒരു 10 വയസ്സിന് മുമ്പ് എന്താണ് കുട്ടികളിൽ ഉണ്ടാകുന്നത്, അതാണ് പിന്നീട് അവരുടെ ഒരു ഫൗണ്ടേഷനായി മാറുന്നത്. 10 വയസ്സിന് മുമ്പ് ശക്തമായ സ്വാധീനം സാംസ്കാരികമായിട്ടും മൂല്യപരമായിട്ടും കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നീട് അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മോശപ്പെട്ട സ്വാധീനം ഉണ്ടായാലും ഈ അടിസ്ഥാനത്തിൻ്റെ ഒരു ശക്തി അവരെ താഴോട്ട് കുറച്ചുകൂടെ ഉറച്ചു നിൽക്കാൻ അവരെ ഹെൽപ്ഫുള്ളായിരിക്കും, ഒരു സംശയമില്ല. അപ്പം അവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാം? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മോഡലിംഗ് എന്നുള്ളതാണ്. നല്ല ഒരു പോസിറ്റീവ് മോഡലായിട്ട് മാതാപിതാക്കൾ അധ്യാപകരും മാറുക. പ്രത്യേകിച്ച് മാതാപിതാക്കൾ വളരെയധികം സൂക്ഷിച്ച് വേണം ഫാമിലിക്കുള്ളിലുള്ള സംസാരങ്ങളായാലും പങ്കാളികൾ തമ്മിലുള്ള സംസാരത്തിലും ഒക്കെ വളരെ നല്ല രീതിയിലുള്ള നല്ല മൂല്യങ്ങളെ കൂടുതൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. നല്ല വാല്യൂസ് ജീവിക്കുന്ന മാതാപിതാക്കളെ അധ്യാപകരെയൊക്കെ കാണാൻ കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, കുട്ടികളുമായിട്ട് ഇത്തരം കാര്യങ്ങളിലൊക്കെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റുമ്പോൾ ബഹളം ഉണ്ടാക്കുകയും വഴക്ക് പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നതിന് പകരം അവരുമായിട്ട് ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അവർക്ക് ഇത് എങ്ങനെ നിനക്ക് നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ശാന്തതയുള്ള സമാധാനമുള്ള സംഭാഷണ ശൈലികളൊക്കെ വളരെയധികം
ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. വളരെ പ്രധാനമായ ഒരു കാര്യമാണ് കുട്ടികൾക്ക് ഈ വാല്യൂസ് എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള മാർഗം ഏതെങ്കിലും ഒരു പരീക്ഷ നടത്തി, അല്ലെങ്കിൽ ഇപ്പോൾ സൺഡേ സ്കൂളിൽ വിട്ടു, അല്ലെങ്കിൽ സ്കൂളിൽ മോറൽ സയൻസ് പഠിപ്പിച്ചു. ഇത്തരം മെക്കാനിക്കൽ പഠനങ്ങളല്ല കുട്ടികൾക്ക് ആവശ്യം. എല്ലായിടത്തും വേണ്ടത് അത്തരം കാര്യങ്ങളെ അനുഭവിക്കാനും അത്തരം കാര്യങ്ങളെ പ്രാക്ടീസ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അത് ഉപയോഗപ്പെടുത്തുക. കാരണം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ ഇങ്ങനെയുള്ള ധാരാളം അവസരങ്ങൾ വരും. ആ സമയത്തൊക്കെ അതിപ്പോൾ നല്ല വാല്യൂസ് കാണുമ്പോൾ, നല്ല ബിഹേവിയർ കാണുമ്പോൾ, നല്ല പ്രകൃതങ്ങൾ കാണുമ്പോൾ, അവരായിട്ട് ഇടപെടുന്നതായാലും മറ്റുള്ളവരുടെ ആണെങ്കിലും അതൊക്കെ ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കുകയും അതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും വാല്യൂ ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്താൽ, ഇപ്പം അവൻ്റെ കൂട്ടുകാരൻ തന്നെ ഒരു നല്ല കാര്യം ചെയ്തു, അത് അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ ഒരു നല്ല കാര്യം ചെയ്തു, അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ ഒരു കുട്ടിയോ നമ്മുടെ സമൂഹത്തിലെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളോ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിനെയൊക്കെ അപ്പം നല്ലതിനെ കൂടുതൽ പരിപോഷിപ്പിക്കുകയും നല്ലതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾ വളർന്നാൽ തന്നെ അവർക്കതിൻ്റെ ഇമ്പോർട്ടൻസും വാല്യൂവും കൂടുതലും മനസ്സിലാവും. അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതൊക്കെ ചെയ്താൽ എനിക്കും വില കിട്ടും, എനിക്കും അതിന് അപ്രീസിയേഷൻ കിട്ടും, റെക്കഗ്നീഷൻ കിട്ടും എന്നുള്ളത് കുട്ടികളിൽ ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കും, ഒരു സംശയമില്ല. ഇടയ്ക്കിടയ്ക്കെങ്കിലും വീട്ടിൽ ഫാമിലി ടൈമായിട്ടിരുന്ന് വാല്യൂസിനെ കുറിച്ച് സംസാരിക്കണം. പ്രത്യേകിച്ച് നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാതെ എന്തെങ്കിലും റിച്വൽസ് ചെയ്ത് അങ്ങ് പോവല്ല. ആ സമയത്ത് അവിടെ ഇരുന്ന് ആ പ്രാർത്ഥനയിലൂടെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ വാല്യൂസിനെ കുറിച്ച് സംസാരിക്കുക. അതുപോലെ തന്നെ ഫാമിലി ടൈം ഒരുമിച്ച് കുട്ടികളുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്യുക. ഈ സമയത്തൊക്കെ വാല്യൂസിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നല്ല വാല്യൂസിനെ എൻകറേജ് ചെയ്യുകയും റിവാർഡ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം, പലപ്പോഴും ഈ വാല്യൂസ് കുട്ടികളിൽ എത്തിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു കാര്യം, നമ്മൾ മുതിർന്നവർ പലപ്പോഴും സീസണൽ ആയിട്ട് വാല്യൂസിനെ എൻകറേജ് ചെയ്യുന്നവരാണ്. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമ്മൾ ചില വാല്യൂസിനെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലും സമയങ്ങളിലും നമ്മളത് ചെയ്യാതിരിക്കുകയും ചെയ്യും. ഇതാണ് ഒരു സീസണൽ അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു ഉഡായിപ്പ് നേച്ചർ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികളിൽ ഒരിക്കലും അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി ഉണ്ടാക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മളൊരിക്കലും സീസണലായിരിക്കരുത്. നമുക്കൊരു പരിക്ക് പറ്റുന്ന സമയത്താണെങ്കിൽ പോലും ആ വാല്യൂസിനെ വാല്യൂസായിട്ട് അംഗീകരിക്കുകയും തെറ്റുപറ്റിയെങ്കിൽ അത് നമ്മൾ പറയുകയും ചെയ്യുന്ന പേരൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് വളരെയധികം ഗുണം ചെയ്യും. ഇപ്പോൾ പരീക്ഷ അടുത്ത ആഴ്ചയാണ്. ഈ ആഴ്ചയിൽ ആ കുട്ടി ഒരു കൂട്ടുകാരന് നോട്ട്സ് കൊടുത്തു. അത് ആ കൂട്ടുകാരൻ ഒരാഴ്ചയോളം ക്ലാസ്സിൽ വരാതിരുന്ന കുട്ടിയാണ്. അവനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നോട്ട്സ് കൊടുത്തു. 2 ദിവസം അവൻ കൊണ്ടുപോയി എഴുതിക്കോളാൻ പറഞ്ഞ് വീക്കെൻഡിൽ കൊടുത്തു. ഇത് ഒരു പേരൻ്റ് നോക്കുമ്പോൾ അവൻ്റെ പരീക്ഷയ്ക്ക് തൊട്ട് മുമ്പ് കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെയാണോ വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു വലിയ മിസ്റ്റേക്ക് നമ്മൾ കാണിക്കുന്നുണ്ട്. കാരണം കുട്ടി അവൻ പഠിച്ചു വെച്ചിരുന്ന വാല്യൂസ് അനുസരിച്ചാണ് ഹെൽപ്പിംഗ് എന്ന് പറയുന്നത് വലിയൊരു വാല്യൂ ആണ്. കൂട്ടുകാരനെ ഹെൽപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കടമയാണ്, റെസ്പോൺസിബിലിറ്റി ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അത് കൊടുത്തത്. പക്ഷേ നമ്മൾ സ്വാർത്ഥമായി നോക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് പഠിക്കാനുള്ള സമയത്ത് അത് കൊടുത്തു എന്നുള്ളത് കൊണ്ട് അതിനകത്ത് അപ്പോൾ അവിടെ വളരെ സൂക്ഷിച്ച് അത്തരം സാഹചര്യങ്ങൾ നമ്മൾ പെരുമാറേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ഈ വൺ സൈഡഡ് ആയിട്ടുള്ള വാല്യൂസാണ്. പലപ്പോഴും ഇങ്ങോട്ട് കിട്ടുന്നതിലെല്ലാം നമുക്ക് ചില വാല്യൂസ് ഉണ്ട്, അങ്ങോട്ട് കൊടുക്കുന്നതിൽ അതേ വാല്യൂസ് ഇല്ല. ഇത് വലിയ അപകടമാണ്. അത് വലിയൊരു കുഴപ്പമാണ്. കാരണം വാല്യൂസ് എല്ലായിടത്തും ഒന്നും പ്രതീക്ഷിക്കുകയും എന്നാൽ വാല്യൂസ് അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയും ചെയ്യുക. കുട്ടികളിലൊക്കെ ഇന്ന് സംഭവിച്ചിരിക്കുന്ന അതാണ്. അവർക്കെല്ലാം വലിയ വാല്യൂസ് പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് റെസ്പെക്റ്റ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ റെസ്പെക്റ്റ് കൊടുക്കാൻ അവർ തയ്യാറല്ല. കൊടുക്കാതെ കിട്ടില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതെവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത്? ചെറിയ പ്രായം പോലെ പേരൻസിൽ നിന്നും അധ്യാപകരിൽ നിന്നൊക്കെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. വേറൊന്ന് സെലക്റ്റീവായിട്ടുള്ള വാല്യൂ സിസ്റ്റമാണ്. നമുക്ക് ചില വാല്യൂസൊക്കെ നമുക്ക് വേണം, ചിലത് വേണ്ട. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചില വാല്യൂസിനെ നമ്മൾ ഉയർത്തിപ്പിടിക്കുകയും ചില വാല്യൂസ് മതപരമായിട്ടുള്ള ഏരിയയിലുള്ള വലിയൊരു തെറ്റിതാണ്. പിന്നെ ചില വാല്യൂസ് നമ്മൾ മതപരമായിട്ട് നമ്മുടെ മതത്തിന് ചേരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും കാലത്തെ ആചാരങ്ങൾക്ക് ചേരുന്നതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുക, അത് ചേരാത്തതിനെതിരെ നിൽക്കുകയും ചെയ്യുന്നത് വലിയ അപകടകരമാണ്. കുട്ടികളിൽ അത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ തലമുറയിൽ നമുക്ക് എത്തിക്കാനായിട്ട് പറ്റില്ല. നമ്മൾ വളരെ ഇൻ്റഗ്രിറ്റിയോടുകൂടി പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ കുട്ടികളിൽ ആ വാല്യൂ സിസ്റ്റം കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. വളരെ പ്രധാനമായ 5 വാല്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് സ്നേഹം,
ലവ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ വാല്യൂ. മറ്റുള്ളവരെ സ്നേഹിക്കുക, അൺകണ്ടീഷണലായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കുക. കാസ്റ്റ്, ക്രീഡ്, കളറ്, ജെൻഡർ, പിന്നെ പൊസിഷൻ, പവർ, ഇതൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരെയും സ്നേഹിക്കാൻ, എല്ലാവരെയും പഠിപ്പിക്കുക. അതാണ് നമ്മൾ ആദ്യമേ പഠിപ്പിക്കേണ്ട ഒരു കാര്യം. അവിടെ തന്നെ നമുക്ക് പലപ്പോഴും തെറ്റാറുണ്ട്. കാരണം അവിടെ വളരെ സെലക്റ്റീവായി മാതാപിതാക്കൾ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ പലയിടത്തും ബാക്ക് ഫയർ ചെയ്യും പിന്നീട്. രണ്ടാമത് റെസ്പെക്റ്റാണ്. ഈ റെസ്പെക്റ്റീവ് ഓഫ് പൊസിഷൻ, കാസ്റ്റ്, ക്രീഡ്, ജെൻഡർ, നമ്മളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കണം. എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യും, എല്ലാത്തിനെയും റെസ്പെക്റ്റ് ചെയ്യാനും നമ്മൾ പഠിപ്പിക്കണം. ഇത് പേരൻസ് തന്നെയാണ്. ഇപ്പം പേരൻസ് റെസ്പെക്റ്റ് ചെയ്യാത്ത ടീച്ചേഴ്സിനെ എങ്ങനെയാണ് കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യുക? അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളുടെ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ആ ടീച്ചേഴ്സിനെയൊക്കെ വളരെ റെസ്പെക്റ്റ് ചെയ്യുകയും ആ സിസ്റ്റത്തെയും ആ സ്കൂളിനെയൊക്കെ വളരെ റെസ്പെക്റ്റ് ചെയ്തൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾക്കും അത്തരം കാര്യങ്ങളോട് വലിയ റെസ്പെക്റ്റ് വരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് മാത്രം കുട്ടികളിൽ എത്തിക്കാൻ കഴിയുന്നതാണ്. വേറൊന്ന് ഓണറിങ് ആണ്. നമ്മൾ മറ്റുള്ളവരുടെ ഒരു സ്പേസ് ഓണർ ചെയ്യുക, മറ്റുള്ളവരുടെ ഒരു അഭിപ്രായത്തെ ഓണർ ചെയ്യുക. നമുക്ക് എല്ലാത്തിനെയും ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്, എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ഇങ്ങനെ ഓണർ ചെയ്യുന്ന ഒരു രീതി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടോ? ഇപ്പോൾ അമ്മ പറയുന്ന ഒരു കാര്യത്തിന് ഒരു ഓണർ കൊടുത്തുകൊണ്ടാണോ സംസാരിക്കുന്നത്? ഒരു പക്ഷേ നമുക്കത് എഗ്രി ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും അതിനൊരു സ്പേസ് ആ അമ്മയ്ക്ക് കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കൊച്ചു കുട്ടികളാണെങ്കിൽ പോലും കുട്ടികളൊരു അഭിപ്രായം പറയുമ്പോൾ അത് ഓണർ ചെയ്താൽ തിരിച്ചവരും നമ്മളെ ഓണർ ചെയ്യും. അതുപോലെ തന്നെ ഷെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ കുട്ടികളിലൊക്കെ സ്വാർത്ഥത ധാരാളമായിട്ട് ഇന്ന് വളർന്നു വരുന്നു. അതിന് കാരണം എന്നാന്ന് ചോദിച്ചാൽ ഒന്നോ രണ്ടോ കുട്ടികളേ ഉള്ളൂ. അവർക്കുള്ളതെല്ലാം വീട്ടിൽ ധാരാളമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് ഷെയർ ചെയ്യാൻ അറിയില്ല. തീർച്ചയായിട്ടും ഒരു ചെറിയ കാര്യമാണെങ്കിലും മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം. ഞാൻ മനസ്സിലാക്കുന്ന പല വീടുകളിലൊക്കെ കുട്ടികൾക്കൊക്കെ വലിയ സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ആയാലും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞ് മോൻ ഒറ്റയ്ക്ക് തിന്നു, ആർക്കും കൊടുക്കണ്ട എന്ന് പറയുന്ന പേരൻസ് എത്ര അപകടകരമായ ഒരു രീതിയിലാണ് കുട്ടികളെ വളർത്തുന്നത്. അതുപോലെ ഫോർഗിവ്നെസ് നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. ക്ഷമിക്കാൻ പഠിപ്പിക്കുക. ഒരുപക്ഷെ ഒരാൾ നമ്മളോട് മോശമായിട്ട് പെരുമാറിയാൽ പോലും മോശമായിട്ട് പെരുമാറിയ ആളിനൊരു പക്ഷേ നമ്മുടെ സാഹചര്യങ്ങളോ നമ്മളുടെ വാല്യൂസോ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നമുക്ക് തൽക്കാലത്തേക്കൊന്ന് ക്ഷമിക്കാം. അങ്ങനെ ചില സമയങ്ങളിലൊക്കെ നമുക്കൊന്ന് ക്ഷമിക്കാനുള്ള, അല്ലെങ്കിൽ ക്ഷമിക്കുന്നതൊരു വലിയ ക്വാളിറ്റിയാണ്, വിട്ടുകൊടുക്കുന്നതൊരു വലിയ ക്വാളിറ്റിയാണ്. ഒന്ന് തോറ്റു കൊടുത്താൽ പോലും അത് മോശമൊന്നും അല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ കുട്ടികളിൽ പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അത് വീട്ടിൽ കണ്ടു വളരണം. ഇപ്പം ചിലപ്പോൾ ഒരു ആർഗ്യുമെൻ്റൊക്കെ നമ്മൾ വിട്ടുകൊടുക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ ബന്ധത്തിന് ആ ആർഗ്യുമെൻ്റ് ജയിക്കുന്നതിനേക്കാളും പ്രാധാന്യമുണ്ടെന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കാനാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അതുപോലെ കുട്ടികൾ കുഞ്ഞാണ് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു മസിലിൻ്റെയും ശബ്ദത്തിൻ്റെയും ഒക്കെ നമുക്ക് അഡൽറ്റിനുള്ള അഡ്വാൻറ്റേജുകൾ കുട്ടികൾക്കെതിരെ ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു വാല്യൂ ഇല്ലാതെയാണ് പെരുമാറുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ചെറുതായതുകൊണ്ട് അവരുടെ മേൽ നമ്മൾ ഫിസിക്കലി അഗ്രസ് ചെയ്യുന്നു, പൊസിഷൻ കൊണ്ട് അഗ്രസ് ചെയ്യുന്നു. തീർച്ചയായിട്ടും കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അതെല്ലാം തിരിച്ചടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾ ചെറുതാണെങ്കിൽ പോലും അവരെ റെസ്പെക്റ്റ് ചെയ്യുകയും അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും അവർക്കൊരു സ്പേസ് കൊടുക്കുകയും അവർക്കും ചൂസ് ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കുകയും അവർക്ക് അഭിപ്രായങ്ങൾ പറയാൻ അവസരങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന വീടുകളിൽ തീർച്ചയായിട്ടും വലിയൊരു വാല്യൂ ആണ് എൻകറേജ് ചെയ്യുന്നതെന്നുള്ളതിന് ഒരു സംശയമില്ല. അതുപോലെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ കുട്ടികൾക്ക് നല്ല ആത്മവിശ്വാസവും ധൈര്യവും വേണം. അപ്പം ആത്മവിശ്വാസവും ധൈര്യവും റെസ്പെക്റ്റുള്ള, സെൽഫ് എസ്റ്റീമുള്ള കുഞ്ഞുങ്ങൾ ആണെങ്കിൽ മാത്രമേ അവർക്ക് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ പിയർ ഗ്രൂപ്പിലൊക്കെ പെട്ട് വാല്യൂസ് ഉള്ള കുട്ടികൾ പോലും അതില്ലാത്ത കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൻ്റെ കാരണം അവർക്ക് അവരുടെ പേഴ്സണാലിറ്റിയിൽ നല്ല ഡെവലപ്മെൻറ്റ് വന്നിട്ടില്ല. അപ്പം വാല്യൂസ് മാത്രമായിട്ട് കൊടുത്തിട്ട് കാര്യമില്ല. വാല്യൂസ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു കറേജും ഇൻറ്റഗ്രിറ്റിയും അവർക്കുണ്ടാവണം. എങ്കിലേ അവർക്കതൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫാമിലി ടൈം വളരെ പ്രധാനമാണ്. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഒരു സമയം അതിനുവേണ്ടി സംസാരിക്കാനൊക്കെ ഉണ്ടാവുക. സ്റ്റോറി ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൊച്ചുകുട്ടി 10 വയസ്സിന് മുമ്പാണ് ഇതൊക്കെ കുട്ടികളിൽ എത്തിക്കാൻ പറ്റുന്നത്. സ്റ്റോറി ടൈം ഉണ്ടാവണം. കുട്ടികൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. കഥകളിലൂടെയൊക്കെ ഒരുപാട് വാല്യൂസ് നമുക്ക് കുട്ടികളിൽ എത്തിക്കാനായിട്ട് പറ്റും. പ്രായമുള്ളവരൊക്കെ നല്ല പ്രാക്ടീസുകൾ ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ 10 വയസ്സിന് മുമ്പുള്ള, പ്രത്യേകിച്ച് പ്രൈമറി സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് കുറേ കൂടെ വാല്യൂ ഓറിയൻറ്റഡ് ആക്കാൻ വേണ്ടി അതിന് പ്രത്യേക പരിശീലനങ്ങൾ തന്നെ കൊടുക്കും. ഇപ്പം ഞാനൊക്കെ
പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് പ്രത്യേകമായിട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത്തരം കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് സിലബസ് എന്നൊക്കെ പറയുന്നതിൽ ഭയങ്കര മസിൽ പിടിക്കാതെ കൂടുതൽ വാല്യൂസ് പോലുള്ള കാര്യങ്ങളെ ഇൻകൾക്കേറ്റ് ചെയ്യാൻ ട്രെയിൻ ചെയ്യാനായിട്ട് കുട്ടികളെ എങ്ങനെ ടീച്ചേഴ്സിനെ എങ്ങനെ എക്വിപ്പ് ചെയ്യാം, ക്ലാസ്സിലൊക്കെ അത്തരം വാല്യൂ മൊമെൻറ്റ്സ്, ടീച്ചബിൾ മൊമെൻറ്റ്സ് എന്ന് പറയും. ഈ ടീച്ചബിൾ മൊമെൻറ്റ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. കാരണം ഒരു ദിവസം ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരാളിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു സംഭവത്തെ പറ്റിയോ അല്ലെങ്കിൽ അവിടെ ക്ലാസ്സിൽ തന്നെ നടന്ന ഒരു കാര്യത്തെ പറ്റിയോ ഒക്കെ എടുത്തിട്ട് അതിനകത്തെ വാല്യൂസ് പ്രാക്ടീസ് ചെയ്ത് അതിനെ എൻകറേജ് ചെയ്യാം, റിവാർഡ് ചെയ്യാം. അല്ലെങ്കിൽ അവിടെ വാല്യൂസ് പ്രാക്ടീസ് ചെയ്യാതെ പോയതിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക, അതിലൂടെയൊക്കെ അവരെ പഠിപ്പിക്കാം. ഈ ടീച്ചബിൾ മൊമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ഇത് ടീച്ചേഴ്സൊക്കെ വളരെ സെൻസിറ്റീവ് ആയിരിക്കണം അത്തരം മൊമെൻറ്റ്സിനെ ക്യാപ്ചർ ചെയ്യാനും പഠിപ്പിക്കാനും ഒക്കെ. ലോകത്തിലൊക്കെ വലിയ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കൊടുത്ത ധാരാളം ആൾക്കാരുണ്ട്. പ്രകൃതിക്ക് വേണ്ടി ശ്രമിച്ചവർ, മനുഷ്യരാശിയുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, സാമൂഹിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത് ഒക്കെ എന്തെങ്കിലുമൊക്കെ വലിയ പോസിറ്റീവ് പ്രതിഭ. ഇപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പോർട്സിലൂടെയൊക്കെ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കളിക്കളത്തിൽ നല്ല വാല്യൂസ് പ്രാക്ടീസ് ചെയ്തത്, ഇങ്ങനെയുള്ള ഏത് കാര്യവും ടീച്ചബിൾ മൊമെൻറ്റ്സാണ്. ഇത്തരം മൊമെൻറ്റ്സ് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ആ ഒരു സെൻസിറ്റൈസേഷൻ കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിൽ ആ ഒരു സോഫിസ്റ്റിക്കേഷൻ കൊണ്ടുവരിക, നല്ല റെസ്പെക്റ്റോടുകൂടി ഇടപെടുക. മാനേഴ്സും എറ്റിക്വേറ്റ്സും വാല്യൂസുമായിട്ട് വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. നമുക്കറിയാം പല രാജ്യങ്ങളിലും ചെറിയ പ്രായത്തിൽ കുട്ടികളെ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്ന ഈ മാനേഴ്സും എറ്റിക്വേറ്റ്സും ആണ്. ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരു സോറി പറയാൻ, ഒരു താങ്ക് യു പറയാനൊക്കെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ. അപ്പോൾ അതിനൊക്കെ പറ്റുന്ന രീതിയിൽ നമ്മുടെ പ്രൈമറി സ്കൂൾസൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്യപ്പെടുന്നത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെയാണ് നമുക്ക് കുട്ടികളിലേക്ക് വാല്യൂസ് കൊണ്ടുവരാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ പ്രധാനമായ കാര്യമാണ് നമ്മൾ കുട്ടികളുടെ മുമ്പിൽ അവർ കാണുന്ന ലോകത്ത് പ്രോമിസസൊക്കെ ഓണർ ചെയ്യുന്ന, അതുപോലെ തന്നെ വാക്കുകൾ പാലിക്കുന്ന, അതുപോലെ തന്നെ സമയം പാലിക്കുന്ന, റെസ്പോൺസിബിളായിരിക്കുന്ന, കമ്മിറ്റ്മെൻ്റുള്ള, ഡെഡിക്കേഷനുള്ള രീതികളൊക്കെ അവർ കണ്ടു വളരട്ടെ. ഇതിലൂടെയൊക്കെ അവർ നേടിയെടുക്കുന്ന വാല്യൂസ് ഉണ്ട്. ഒരു ലൈഫ് വാല്യൂസാണ് ഇതിലൂടെയൊക്കെ നേടിയെടുക്കുന്നത്. പല കുട്ടികൾക്കും ഒരു പ്രോമിസ് ഓണർ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വാക്ക് പാലിക്കാനോ അല്ലെങ്കിൽ ഒരു ടൈം പാലിക്കാനോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി വളർന്നു വരുമ്പോൾ അവരുടെ തന്നെ ജീവിതത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനോ കമ്മിറ്റഡായിട്ടും ഡെഡിക്കേറ്റഡായിട്ടും പ്രവർത്തിക്കാനോ ഒക്കെ പറ്റാത്ത ഒരു ലാക്ക് ഓഫ് വാല്യൂസാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള നല്ല എക്സാമ്പിൾസ് ഒന്നും കണ്ടു വളരാൻ അവർക്ക് അവസരങ്ങളില്ല. തീർച്ചയായിട്ടും അങ്ങനെയെല്ലാം നമ്മൾ അവരുടെ ജീവിതത്തിലെ വാല്യൂ എൻട്രി ചെയ്യാനായിട്ടുള്ളൊരു അതിനൊരു പ്രയോറിറ്റി ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. നമ്മൾ മാർക്കിനും ഗ്രേഡിനും ഒക്കെയാണ് ഇന്ന് പ്രയോറിറ്റി കൊടുക്കുന്നത്. മെറ്റീരിയൽ തിങ്സിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പൊസഷനുമാണ് ഇന്ന് പ്രയോറിറ്റി കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാം ഡീഗ്രഡേഷനും ഡീജനറേഷനുമാണ് ഇന്ന് കുഞ്ഞുങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിൽ നിന്നൊരു റിക്കവറി ഉണ്ടാവണമെങ്കിൽ, ഒരു റിവേഴ്സൽ ഉണ്ടാവണമെങ്കിൽ നമ്മളെ വാല്യൂസിനും ലൈഫിനും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നല്ല ശീലങ്ങളെയും നല്ല സ്വഭാവങ്ങളെയും നല്ല മാനേഴ്സിനെയും ഒക്കെ എൻകറേജ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കൂൾ സിസ്റ്റവും അതുപോലെ തന്നെ ഒരു ഭവനാന്തരീക്ഷവും സൃഷ്ടിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. കാരണം നല്ല ക്വാളിറ്റീസ് ഉള്ള കുഞ്ഞുങ്ങൾ നാളെ ലോകത്തുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും നാളെ സമാധാനം ലോകത്ത് ജീവിക്കാനുള്ള അവസരം കിട്ടും. ഒരു പീസ്ഫുൾ സൊസൈറ്റി എന്ന് പറയുന്നത് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ വാല്യൂസിൽ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഇതിഷ്ടപ്പെടുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയുകയാണ്, ഇത്തരം വീഡിയോസ് ഒന്നും ആരും ഷെയർ ചെയ്യത്തില്ല. അതും ഒരു വാല്യൂ പ്രോബ്ലം തന്നെയാണ്. കാരണം ഈ മോശപ്പെട്ട വീഡിയോസ്, മോശപ്പെട്ട വാർത്തകളൊക്കെ നിമിഷ നേരം കൊണ്ടാണ് ലോകത്തിലെത്തുന്നത്, വൈറലാകുന്നത്, എല്ലാവരുടെയും അടുത്ത് ഇതെല്ലാം എത്തിച്ചേരുന്നത്. പക്ഷേ നല്ല കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യുന്നതിൽ ഒരു വാല്യൂ കാണിക്കുക. തീർച്ചയായിട്ടും ഒരു പാരൻറ്റ് കമ്മ്യൂണിറ്റിയും ഒരു എഡ്യൂക്കേഷൻ കമ്മ്യൂണിറ്റിയും ഒക്കെ ഇതിലൂടെ ഞങ്ങൾ സ്വപ്നം കാണുന്നു. ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നിങ്ങളുടെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ആവശ്യമാണ്. എല്ലാവർക്കും നല്ല ജീവിതം നേരുന്നു. ഹാപ്പി ലൈഫ്. താങ്ക് യു.